നമസ്കാരം. നമ്മൾ വീണ്ടും അക്ഷരങ്ങളുടെ ജ്യോതിഷത്തിലേക്ക് മടങ്ങി വരികയാണ്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങളുടെ ഭാവി എന്താണ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം തുടരുകയാണ്. അടുത്തത് പി എന്ന ലെറ്ററിൽ പേരുകളുള്ള ആളുകളെ കുറിച്ചുള്ള അഭിപ്രായമാണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ നടത്താൻ പോകുന്നത്. പി എന്ന ലെറ്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ലെറ്ററുകാരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. ഇവരുടെ മനസ്സിൽ എന്താണ് കൃത്യമായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവര് മനസ്സിൽ ഒന്ന് സൂചിപ്പിക്കുകയും അല്ലെങ്കിൽ മനസ്സിൽ ഒന്ന് സൂക്ഷിക്കുകയും മറ്റുള്ളവരോട് വേറൊരു ശൈലിയിൽ പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മൾ പെരുമാറാൻ നിന്ന് നമ്മൾ ബുദ്ധിമുട്ടിലായി പോവുകയേ ഉള്ളൂ. ശരിക്ക് ഹ്യൂമർ സെൻസ് ഉള്ള ഒരു കൂട്ടരാണ് ഈ പി ലെറ്ററുകാരിൽ ഒട്ടുമുക്കാൽ ആളുകൾ. ധാരാളം സുഹൃത്തുക്കളെ അക്കാര്യത്തിൽ തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആളുകളോട് ഇടപഴകുന്നതായിട്ടൊക്കെയാണ് നമുക്ക് ഇവരെ പെരുമാറ്റം കാണുമ്പോൾ ബോധ്യമാവുക. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അവരെക്കുറിച്ചൊരു സംശയമുണ്ട്. കാരണം പ്രതീക്ഷിക്കുന്ന ശൈലിയിൽ അവർക്ക് വിജയിക്കുവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ഭയം വല്ലാതെ ഇവർ ബാധിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയില്ലെങ്കിൽ ആ ഭയം അവരെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഈ ലെറ്ററുകാരുടെ ഒരു പ്രത്യേകത നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിക്കവാറും സുന്ദരന്മാരോ സുന്ദരിമാരോ ഒക്കെ ആയിരിക്കുവാർ. ഇവരെ സൗന്ദര്യത്തിന്റെ ആരാധകർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആളുകളും സൗന്ദര്യാത്മകമായി കാര്യങ്ങളെ കാണണം, അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യണം, വൃത്തിയായി നടക്കണം, കൂട്ടത്തിൽ കൂടുമ്പോഴൊക്കെ ഒരു വൃത്തി വേണം എന്നൊക്കെ ഉള്ളൊരു സ്റ്റൈൽ ഇവർ വളർന്നു വരുമ്പോൾ സൂക്ഷിക്കാറുണ്ട്. അത് കൂടെ നിൽക്കുന്ന ഈ കലാമേഖലയിലെ ആൾക്കാർക്ക് അത്ര താല്പര്യമില്ല എങ്കിൽ പോലും ഇവരതിനെ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെയൊക്കെ നമ്മൾ അടുക്കും ചിട്ടയായി ചെയ്യണം, ശരിയായി ചെയ്യണം, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം. ന്യായം ഇല്ലാത്തൊരു കാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രമം ഇവർ ചെയ്യും. അതുമാത്രമല്ല, ഈ പേരുകാരുടെ ഒരു പ്രത്യേകത, ന്യായത്തിന് വേണ്ടി ഇവർ വലിയ ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം പലപ്പോഴും ഇവരുടെ പ്രൊഫഷണൽ കരിയറെ പോലും ബാധിക്കാറുണ്ട്. പ്രൊഫഷണൽ കരിയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവര് വലിയ മേഖലകളിൽ, വളരെ മിക്കവാറും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള മേഖലകളിലെ ഉയർന്ന തലങ്ങളിൽ കയറിപ്പറ്റാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. എന്താ പ്രൊഫഷണൽ ഡിഗ്രി സമ്പാദിക്കുക, അതുവേണ്ടി എത്ര കഠിനമായി പരിശ്രമിക്കുക തുടങ്ങിയവയൊക്കെ ഇവരുടെ ഒരു ശൈലിയും ശീലവുമാണ്. അത് ഒട്ടും മോശമായി ഇവർ കരുതുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവർക്ക് വിജയിക്കുമോ എന്നുള്ളൊരു ഭയം ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പുറത്ത് നിൽക്കുന്നവർക്ക് ഇവർ ഭയങ്കര ശരിക്കും ആത്മവിശ്വാസമുള്ളവരായിട്ടൊക്കെ തോന്നുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ ആ ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു ശൈലിയും ഇവർക്കുണ്ട്. കാരണം അങ്ങനെ ചെയ്യാത്ത പി ലെറ്ററിലുള്ള ആളുകൾ വിജയിക്കാനുള്ള സാധ്യത കുറവുമാണ്. ഇവരുടെ വളരെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന ശൈലിയിൽ ആരെങ്കിലുമൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവരുമായി അസോസിയേറ്റ് ചെയ്യുന്ന സഹപ്രവർത്തകരോ കൂട്ടുകാരോ അല്ലെങ്കിൽ മേലധികാരികളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇവർ അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ ഇവർ അവരിൽ നിന്ന് പതുക്കെ ഒന്ന് അകലാൻ തുടങ്ങും, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കും. കാരണം അങ്ങനെ തങ്ങളെ ബാധിക്കുന്ന ഇടപാടുകളിൽ ഇടപെടുന്നത് ആരാണെങ്കിലും അവരിൽ നിന്ന് അകലം പാലിക്കാനുള്ള ഒരു ശൈലിയും ഒരു ശീലവും ഇവർ തുടക്കം മുതലേ ഉണ്ടാക്കിയെടുക്കും. ഇവരുടെ മറ്റൊരു സവിശേഷമായ പ്രത്യേകത ഇവരുടെ സംസാരിക്കാനുള്ള ശേഷിയാണ്. നല്ല ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ സംസാരിച്ച ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഇവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിൽ അസാധ്യമായ കഴിവാണ്. അതുകൊണ്ട് തന്നെ പ്രസംഗം പോലുള്ള മേഖലകളിൽ ഇവർ നന്നായി ശോഭിക്കും. പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടവർക്ക് രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിലൊക്കെ കടന്നു വരാൻ കഴിയും. കലാമേഖലകളിലാവട്ടെ അല്ലെങ്കിൽ പാട്ടുപാടുന്ന മേഖലയിലാവട്ടെ ഒക്കെ, അതായത് നാക്കുകൊണ്ടുള്ള ഏത് പരിപാടിയും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായി ഫലിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ്. പെർഫെക്ഷൻ ആകാൻ വേണ്ടി എത്ര അളവ് വരെ വേണമെങ്കിലും ഇവർ ഇറങ്ങും, അല്ലെങ്കിൽ ഇവർ അതിനുവേണ്ടി പഠിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ പഠിക്കുമ്പോൾ അതിനൊരു എൻഡ് റിസൾട്ട് എന്തെന്ന് വെച്ചാൽ ഒരു നല്ല ടീച്ചേഴ്സ് ആകും എന്നുള്ളതാണ്. ഒരു കാര്യം വളരെ മനോഹരമായിട്ട്, വളരെ കൃത്യമായിട്ട്, വളരെ ശ്രദ്ധാപൂർവം പോയിന്റ് ടു പോയിന്റ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശേഷി വളരെ വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അപ്പം പ്രധാനപ്പെട്ട നല്ല ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പി ലെറ്ററിൽപ്പെട്ട ആളുകളും ആ കൂട്ടത്തിൽ കണ്ടേക്കും. അല്ലെങ്കിൽ കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കുന്ന സന്യാസിമാരെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നല്ല സ്പീക്കേഴ്സിനെ ശ്രദ്ധിച്ചാൽ ഒക്കെ പി എന്ന ലെറ്ററിൽപ്പെട്ട ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. ആളുകളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഇവർക്ക് ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ഇവർ ഒരു ബന്ധത്തിലും അങ്ങോട്ട് ഒതുങ്ങി നിൽക്കത്തില്ല. ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് ചാടി പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ ഫ്ലർട്ടാണെന്നൊക്കെ പറയുന്ന പോലെ ചാടി പോകുന്ന ഒരു ശൈലിയും സ്വഭാവവും ഇവരുടെ ഒട്ടുമുക്കാൽ ബന്ധങ്ങളിലും കാണാം.
അത് ഇവരുമായി ബന്ധപ്പെടുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ചിരി വന്നു പോയത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഇളയ മകൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന പീലാണ്. അവ ഇങ്ങനെ ചാടി ചാടി പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് മാമത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാതെ ചിരിച്ചു പോയതാണ്. മാനസികമായി ശരിക്ക് ശക്തരാണ് ഇവർ എന്ന് സ്വയം തോന്നിപ്പിക്കുന്ന ശൈലി പെരുമാറുമെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനെ അത്ര ശക്തി മനസ്സിലില്ലാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വളരെ കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ പ്ലാനിങ്ങിൽ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ ഇവർക്കുണ്ടാകുന്ന വീഴ്ച ഇവർ വല്ലാണ്ട് ബാധിക്കാറുണ്ട്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർ ശരിക്കും ഭാവനാശീലരെന്നുള്ളതാണ്. ശരിക്കും എന്താ പറയുക, ഭാവനയുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. സ്വപ്നങ്ങൾ കണ്ട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവമൊക്കെ ഇവരിൽ പലർക്കുമുണ്ട്. പി എന്ന അക്ഷരത്തിൽ പേരുകളുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് ചോദിച്ചാൽ ആ അക്ഷരത്തോടൊപ്പം ചേരുന്ന മറ്റ് അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ്. ഇത്രയേറെ കോമ്പിനേഷൻസ് സ്വാധീനിക്കുന്ന അക്ഷരങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ പിയോടൊപ്പം എഫ്ഒ ആറൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഒരു വലിയ വളർച്ച വേറെ ചില അക്ഷരങ്ങൾ ഡബിൾ എക്ക് വന്നാൽ വരുന്നില്ല. വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ പേരുകളിടാൻ. അപ്പോൾ പിയോടൊപ്പം ഡി വരുന്നത് നല്ലതാണ്, പിയോടൊപ്പം എം വരുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ തന്നെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുക, ലോക പ്രസിദ്ധരാവുക, ഇങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് പിയോടൊപ്പം ചേരുന്ന അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ നമ്മൾ മനസ്സിലാവും. ലോകത്തിലെ പല പ്രമുഖരും പി എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് വളരെ വളരെ നിർണായകമാണ്. ഇവരുടെ ശക്തി എന്ന് പറയുന്നത് ആ ലെറ്ററിന് തന്നെ ശക്തിയാണ്. കാരണം വളരെ സ്ട്രോങ് ആണ് പി എന്ന ലെറ്ററുകാരൊക്കെ. ശക്തമായ തീരുമാനങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബന്ധങ്ങളുടെ കാര്യം പറയുമ്പോഴും ഇവർ ഒരു ബന്ധത്തിന് എതിരാണെങ്കിൽ അതിനങ്ങ് വിട്ടുപോവുകയാണ്. ഒരു ബന്ധത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ അതിനോടങ്ങ് ഒട്ടിച്ചേരുകയാണ്. വളരെ സ്ട്രോങ് ആണ് ഇവരുടെ ആക്ടിവിറ്റീസ്. ഇവരുടെ ബന്ധങ്ങളാണെങ്കിലും ഇവരുടെ മറ്റ് പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ സ്ട്രോങ് ആണ്. ഇവർക്ക് ഒരു അഴകുഴമ്പൻ നയം വളരെ കുറവാണ്. ഇപ്പം നമ്മൾ പ്രസിദ്ധരായിട്ടുള്ള സിനിമാ താരങ്ങളുടെ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെ വളരെ വ്യക്തമാണ്. എന്നാൽ ചിലരെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു അഴകുഴമ്പൻ നയത്തിലുള്ള നടന്മാരെയും നടിമാരെയും കാണുമ്പോൾ പി ലെറ്ററുകാരുടെ അഭിപ്രായങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്, വളരെ സ്ട്രോങ് ആണ്, വളരെ പോയിന്റഡ് ആണ്. അതൊക്കെ ഈ ലെറ്ററിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇന്ന് 2 ലെറ്ററുകാരെ കുറിച്ചാണ് സൂചിപ്പിച്ചത്, ഒയും പി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകൾക്ക് പല പേരുകളുണ്ട്. ആ പേരുകൾ തുടങ്ങുന്ന പല അക്ഷരങ്ങളിലാണ്. എന്നെ സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങൾ, ചില അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ആളുകളുടെ സ്വഭാവത്തിന് ഒരു സമാനതയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വഭാവം കോമൺ ആണെന്ന് തോന്നി. അവിടെ നിന്നാണ് ഈ പഠനം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു പഠന വിഷയമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ടാണെങ്കിലും അക്കാര്യങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. എം ലൈഫിൽ നിന്ന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് BS ചന്ദ്രമോഹൻ. താങ്ക് യു.